ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന ആളുകൾ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്കൊരു ആ ഒരു ലക്ഷ്യം പ്രാപ്തിയിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, ലക്ഷ്യം നിങ്ങൾ എത്തിച്ചേരുക എന്ന് മാത്രമല്ല, ഒരു വലിയ നേട്ടവും നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അതിനുവേണ്ടി ക്ഷമയോടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പാടില്ല എന്ന് പറയുന്നു. കാരണം ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലുതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വേണ്ട. അതായത് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വളരെയധികം ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. ഓക്കെ, കാരണം ഈ ഒരു എന്താ പറയണ്ടേ, സക്സസ് അത് ഫിക്സ്ഡ് ആണ്, അത് ഡെഫിനറ്റ്ലി സംഭവിച്ചിരിക്കും. നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാണ്. അതുപോലെ എന്താ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, സംശയങ്ങൾ അതൊന്നും പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾക്ക് ഉള്ളില് ഉള്ള തോന്നലുകളുടെ പുറത്താണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ പ്രോഗ്രസ് ഇല്ല എന്നൊക്കെ തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിലത്തെ ചിന്തകൾ കാരണമാണ്. അപ്പൊ അത്തരം ചിന്തകൾക്കൊന്ന് ഇടാൻ പറയുന്നുണ്ട്. അത്തരം ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിലാണ് അതിന്റെ ഔട്ട്കം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ക്ഷമ മുന്നോട്ടും കാണിക്കുക, അത് കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചിട്ടല്ല, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ പോലെ ക്യൂൺ ഓഫ് സോർഡ്സ് എനർജിയിലായിരിക്കാം. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിലും നിങ്ങളുടെ ലക്ഷ്യത്തിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ബാക്കി അനാവശ്യ ചിന്തകൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടതില്ല. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രഗന്ധ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഗ്രീവിംഗ് എനർജി നമുക്ക് കാണാനായിട്ടുണ്ട്. ക്ലാരിഫൈ ദ 5 of cups. നിങ്ങളോട് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടം, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം, ഓക്കെ, ഒരു എൻഡിങ് ആണ് കാണുന്നത്. സംതിങ് എൻഡഡ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോന്ന് അവസാനിച്ചിട്ടുണ്ട്. അതൊരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടമായിരിക്കാം. അപ്പോ നിങ്ങളോട് പറയുന്നത് അതില് വേദനിച്ച് ആ നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങള് കൂടുതൽ നിങ്ങളെ തന്നെ ദ്രോഹിക്കുന്നതിനോ ഒക്കെ തുല്യമായിരിക്കും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ആ നഷ്ടത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഇവിടെ നിങ്ങൾ ഒരു തരത്തിലും കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു. എളുപ്പമല്ല നഷ്ടത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവസാനിച്ചു, ഓക്കെ അത് അവസാനിച്ചു, പീസ്ഫുള്ളി അതിനെ ആയിരിക്കുന്നത് എളുപ്പമല്ല. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കണം. അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. അതിന് നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ സുഹൃത്തുക്കള്, അതായത് ആരോടൊപ്പം ആയിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരു മനസ്സിന് സമാധാനവും ഒക്കെ കിട്ടുക, ആ ആളുകളുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതായത് വേറെ തരത്തിൽ പറഞ്ഞാൽ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അത്തരം ആളുകളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കൂടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ സഹായം നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. അവരുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നു. മാത്രമല്ല നിങ്ങളോട് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്തതാണ്. നോ പറയേണ്ടോടത്ത് നോ പറയാൻ പറ്റാഞ്ഞതാണ്, അല്ലെങ്കിൽ ശീലിക്കാഞ്ഞതാണ് ഈ ഒരു നഷ്ടം ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു അവസാനം ഉണ്ടാകുന്നതിനോ കാരണമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നോ പറയേണ്ടോടത്ത് നോ പറയുക. മനസ്സിന് കുറെ കൂടെ ധൈര്യം കൊടുത്ത് കുറെ കൂടെ ഒരു സാമർത്ഥ്യത്തോടെ ജീവിക്കാൻ പറയുന്നു. കുറെ കൂടെ ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറയുന്നു. ഓക്കെ,
യെസ്. അതുപോലെ ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കസിൻസ് ഒക്കെ ആയിരിക്കും, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഇമോഷണൽ ലെവലിൽ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരുപാട് ഒരു റിലാക്സ്ഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല അനാവശ്യ ചിന്തകളെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടും, പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിലും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹെൽത്തി റൂട്ടീൻ വേണം. ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, എണീക്കുന്നത് ഏതോ സമയത്ത്, കിടക്കുന്നത് ഏതോ സമയത്ത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നേക്ക് വെക്കുക, പ്രൊക്രാസ്റ്റിനേഷൻ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയായി ശരിയാവില്ല. ഓക്കെ, അങ്ങനെയായി ലൈഫ് എവിടെ എത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ നിരാശപ്പെടുകയുള്ളൂ. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ സ്ലോലി, ധൃതി വെച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നില്ല, പക്ഷെ സ്ലോലി 1 by 1 പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ്, ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് അതിൽ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, നിങ്ങളുടെ ലൈഫിന്റെ റുട്ടീനിൽ കൊണ്ടുവരിക, നിങ്ങളുടെ ശീലങ്ങളിൽ കൊണ്ടുവരിക. എല്ലാത്തിലും ഒരു ഹെൽത്തി ചേഞ്ച് അത്യാവശ്യമാണ്. അത് ഈ ഒരു മൊമെന്റിൽ ആയിരിക്കുന്നതിനും ഗ്രൗണ്ടഡ് ആയിരിക്കുന്നതിനും റൂട്ടഡ് ആയിരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും എന്ന് മാത്രമല്ല, ലൈഫിൽ നിങ്ങൾക്ക് പ്രോഗ്രസ്, ഫോർവേഡ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഹീലിംഗ് ജേർണിയുടെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്ഷമ വേണം. സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ മാറി മറിയണം എന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. ഇവിടെ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു ജേർണിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ആ ജേർണി തുടങ്ങുന്നത് ഈ നഷ്ടത്തിന്റെ പോയിന്റിൽ നിന്നാണ്. പക്ഷെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ, അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ പിന്നെ ആ നഷ്ടത്തിൽ തന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, മുന്നോട്ടേ നോക്കാൻ പാടില്ല. സ്ലോലി ചേഞ്ചസ് വരുത്തുക. ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ചേഞ്ചസ് വരുത്തുക. പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോൾ ഫാമിലി മെമ്പേഴ്സ്, അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. സുഹൃത്തുക്കളായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ രൂപത്തിലായിരിക്കാം, കൊളീഗ്സിന്റെ രൂപത്തിലായിരിക്കും. പക്ഷെ അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കി വയ്ക്കുക. ലൈഫിൽ ഹെൽത്തി ചേഞ്ചസ് കൊണ്ടുവരാം. ഇതിനെ അംഗീകരിക്കുക, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അംഗീകരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.